നമസ്കാരം. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൂപ്പർ താരമായി മാറിയ നടിയാണ് അംബിക. ഒരു കാലത്ത് ഇന്നത്തെ മുൻനിര നായികമാരുടെ നായികയായി മാറിയ അംബിക തിരുവനന്തപുരത്തെ കല്ലറയിലുള്ള കോൺഗ്രസ് നേതാവായിരുന്ന സരസമ്മയുടെ മകളായിരുന്നു അംബിക. തെന്നിന്ത്യക്കാരുടെ സൂപ്പർ റാണിയായിരുന്നു അംബിക. ശാലന സുന്ദരിയായ നായിക നടി 70കളിലും 80കളിലും തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ സിനിമകളിലൊക്കെ നിറഞ്ഞു നിന്നു. ഇന്നും അമ്മ വേഷങ്ങളിലെല്ലാം അംബിക സജീവമാണ്. സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരാൾ കൂടിയാണ്. ഒരു ബാലതാരമായി മലയാളം സിനിമയിലേക്ക് അംബിക അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് സീത എന്ന ചിത്രത്തിലൂടെ നായികയായെങ്കിലും MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത നീലത്താമര എന്ന സിനിമയിലൂടെയാണ് അവർ പ്രേക്ഷകരുടെ ശ്രദ്ധയും ഇഷ്ടവും നേടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും താരമായി അംബിക വളർന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിൽ നായികാനിരയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു അംബികയുടെ വിവാഹം. എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തിന് 8 വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് ശേഷം ബ്രേക്ക് എടുത്ത നടി 8 വർഷത്തിന് ശേഷം വീണ്ടും അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തി. സിനിമയാണോ കുടുംബജീവിതം തകർത്തത് എന്ന ചോദ്യത്തിന് അംബിക മറുപടി നൽകുകയാണിപ്പോൾ. ചിത്ര ലക്ഷ്മണന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. സിനിമ എന്റെ തൊഴിലാണ്. ഇന്ന് ഞാൻ അംബിക എന്ന നിലയിൽ ലോകം അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം സിനിമയാണ് എന്ന് കരുതി എന്റെ വിവാഹ ജീവിതം തകരാൻ കാരണം ഒരിക്കലും സിനിമയല്ല. ഒരു വ്യക്തി രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതി അവരുടെ വിവാഹബന്ധം വേർപിരിഞ്ഞാൽ രാഷ്ട്രീയമാണോ കാരണം? അത് ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നമല്ലേ? അതുപോലെ ഏത് മേഖലയിൽ ആയിരുന്നാലും വിവാഹബന്ധം വേർപിരിയുന്നത് അതിൽ ഉൾപ്പെട്ട വ്യക്തികൾ കാരണമാണ്, അല്ലാതെ പ്രവർത്തിക്കുന്ന മേഖല കാരണമല്ല. എന്റെ വിവാഹബന്ധം തകരാനും ഒരിക്കലും സിനിമ കാരണമല്ല. അത് ഞങ്ങൾക്കിടയിലെ പ്രശ്നമാണ്. ശരിയാവില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സിനിമയായാലും രാഷ്ട്രീയമായാലും വേർപിരിയും. 1 ലക്ഷം രൂപ വാങ്ങി ഒരു IT കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിലും പിരിയണമെന്നുണ്ടെങ്കിൽ പിരിയുക തന്നെ ചെയ്യും. അതിന് സിനിമ ഒരു കാരണമല്ലെന്നും അംബിക പറഞ്ഞു. 1988 പ്രവാസിയായ പ്രേംകുമാറുമായുള്ള അംബികയുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത നടി ഭർത്താവിനൊപ്പം US-ൽ സെറ്റിൽഡായി. 2 മക്കളാണ് ദമ്പതികൾക്കുള്ളത്. എന്നാൽ 1996 ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ അംബിക വീണ്ടും സിനിമകളിൽ സജീവമായി. ഇപ്പോൾ മക്കൾക്കൊപ്പം ചെന്നൈയിലാണ് താമസം. അതേസമയം ഇൻഡസ്ട്രിയിൽ പല അവഗണനകളും ദുരന്തമുഖങ്ങളും അംബികയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ തന്നെ നടുക്കിയ ആ ദുരന്ത അനുഭവങ്ങൾ അംബിക ചിത്ര ലക്ഷ്മണന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. MGRുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറയുകയായിരുന്നു അംബിക. മരണത്തിൽ നിന്ന് വരെ എന്നെ രക്ഷപ്പെടുത്തിയത് അദ്ദേഹമാണ്. ആ കാലത്ത് വലിയൊരു വാർത്ത വന്നിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിച്ചവർ എന്നെ കൊല്ലുമെന്നും മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും ഭീഷണിപ്പെടുത്തി വന്നു. സിനിമാ ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ച് ഇൻഡസ്ട്രി തന്നെ നിലച്ചുപോയ സംഭവമായിരുന്നു അത്. ഞാനൊരു ഡ്രൈവറെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി എന്റെ വീട്ടിലെ കിണറ്റിലിട്ടു എന്നതായിരുന്നു വാർത്തകൾ. കേട്ട പാതി കേൾക്കാത്ത പാതി അത് പലരും വിശ്വസിച്ചു. അത് ആര് ചെയ്തു എന്നൊക്കെ പിന്നീട് കണ്ടെത്തി. പക്ഷെ ആ സമയം എനിക്ക് നേരെ കുറേ ആളുകൾ വന്നു. ഡ്രൈവർ യൂണിയനിൽ നിന്നുള്ളവരും ഒരു തെലുങ്ക് സംവിധായകനും അവരുടെ ഭാര്യയുമെല്ലാം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെറ്റിലേക്ക് വന്നു. എന്നെ പുറത്തിറക്കണമെന്നും ഇല്ലെങ്കിൽ കുത്തി കൊലപ്പെടുത്തുമെന്നും മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നുമായിരുന്നു ഭീഷണി. ആ സമയത്ത് പോലീസ് അകമ്പടിയോടെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ആ സമയത്ത് ഇൻഡസ്ട്രിയെ കുറച്ച് ഭയപ്പെട്ടു. ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ചു. ആ സമയത്ത് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി സംസാരിച്ചത് T. രാജേന്ദർ, രാധാ രവി എന്നിവരെ പോലുള്ള ചുരുക്കം ചിലർ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് അത്രയും ബഹുമാനമാണ്. അതെങ്ങനെയാണ് എല്ലാവരും കേട്ട ഉടനെ അത് വിശ്വസിച്ചത്? ഞാൻ അത്തരത്തിലുള്ള ആളാണോ? ആ പയ്യൻ ജോലി ഉപേക്ഷിച്ച് പോയ ആളാണ്. അത് കൊലപാതകമാവുമോ? അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്നൊക്കെ പിന്നീട് കണ്ടെത്തി. അത് വേറെ വിഷയം. പക്ഷെ എന്നെ ക്രൂശിച്ചു. ആ സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് MGR അദ്ദേഹമാണ്. ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള യാത്ര എനിക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. എന്തിനെന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു? ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്നും അംബിക പറഞ്ഞു. അതേസമയം മോഹൻലാൽ, മമ്മൂട്ടി, സുകുമാരൻ, ശങ്കർ ഇവരുടെയൊക്കെ നായികയായിരുന്നു അംബിക. അന്നത്തെ കാലത്ത് മോഹൻലാലിനേക്കാൾ വിലയുള്ള താരം. ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിനേക്കാൾ പണം അംബികയ്ക്ക് കിട്ടിയിരുന്നു. തമിഴിൽ കമൽഹാസന്റെയും രജനീകാന്തിന്റെയും ഹീറോ അംബിക തരംഗമായി മാറി. മലയാളത്തിൽ അഭിനയിച്ച അംബിക തമിഴിൽ ചെന്നപ്പോൾ ആവോളം ഇഴകി ചേർന്ന് അഭിനയിക്കാനും ശരീര സൗന്ദര്യം കാണിക്കാനും ഒക്കെ തയ്യാറായി. സകലകലാ വല്ലഭനിൽ കമലഹാസനോട് ഒരുപാട് ഇഴകി ചേർന്നാണ് അഭിനയിച്ചത്. അതുപോലെ രജനീകാന്തിന്റെ കൂടെയും പ്രഭുവിന്റെ കൂടെയും ഇഴകി ചേർന്ന് അഭിനയിച്ചു. അംബികയുടെ ശരീര സൗന്ദര്യം കണ്ട് തമിഴിൽ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു. നടി എന്ന നിലയിൽ അവർ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ജീവിതത്തിൽ പരാജയമായിരുന്നു. ആദ്യ വിവാഹം കഴിച്ചത് ഷിനു ജോൺ. അതിനു മുന്നേ ശങ്കറും അംബികയും തമ്മിൽ പ്രണയമായിരുന്നു. വിവാഹം വരെ എത്തിയ ബന്ധം പിന്നീട് നടന്നില്ല. അംബികയുടെ അമ്മ സരസമ്മ ആ വിവാഹത്തിന് സമ്മതിച്ചില്ല. അതിനുശേഷം തമിഴ് നടൻ രവികാന്തിനെ വിവാഹം കഴിച്ചു. അതും നിലനിന്നില്ല. അതിനുശേഷം തമിഴ് നടൻ വടിവേലുമായി ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു. ആ വാർത്ത രണ്ടുപേരും നിഷേധിച്ചില്ല. ആ സമയം വടിവേലു വിവാഹിതനായിരുന്നു. പിന്നീട് വടിവേലിന്റെ കുടുംബം പിണങ്ങിപ്പോയി. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം അംബിക മദ്യം കഴിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ നേതാവിന്റെ മകന്റെ കല്യാണത്തിന് മദ്യപിച്ച് അബോധാവസ്ഥയിൽ ആയതും വാർത്തയായിരുന്നു. അതൊന്നും അംബികയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയല്ല. ഇപ്പോഴും അമ്മവേഷം ചെയ്ത് സിനിമയിൽ പിടിച്ചു നിൽക്കുകയാണ് അംബിക.
അതേസമയം കരിയറിന്റെ തുടക്കകാലം തനിക്ക് അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് ഒരിക്കൽ പ്രശസ്ത നടി വെളിപ്പെടുത്തിയത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളം ചാനലായ ഏഷ്യാനെറ്റിൽ ഗായകൻ MG ശ്രീകുമാർ അവതരിപ്പിച്ച സരിഗമ എന്ന ഷോയിൽ പങ്കെടുത്തപ്പോൾ അംബിക ഈ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഒരു തുടക്കക്കാരിയായിരുന്ന തന്നോട് അന്നത്തെ വളരെ പ്രശസ്തിയായ ഒരു സീനിയർ നടി വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്ന് തുറന്നു പറഞ്ഞിരുന്നു താരം. അത് തന്നെ ഏറെ വേദനിപ്പിച്ചതെന്നും കൂട്ടിച്ചേർത്തു. എന്നെ വേദനിപ്പിച്ചവർ ഒക്കെ സ്ത്രീകളായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ സമയത്തൊക്കെ. അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും വല്ലാതെ, അതായത് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എന്നെ അവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ നമ്മുടെ കാതിൽ വീഴുന്ന രീതിയിൽ പുതിയ ആൾക്കാരൊക്കെ അല്ലേ, എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം, അവർക്ക് മീൻ കഴിച്ചില്ലെങ്കിൽ ഇറങ്ങില്ലേ എന്നൊക്കെ ചോദിക്കും. അംബിക ഓർത്തെടുത്തു. അതെനിക്ക് വല്ലാതെയായി. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണ കാര്യത്തിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ വല്ലാതെ വിഷമമാവും. ഇവർ തന്നെ വേറൊരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞങ്ങളെ മറ്റുള്ളവർ അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ നോ നോ നോ, നിങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ വിഷമം കാണുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും പറയുമായിരുന്നു, നിനക്കൊരു കാലം വരും, അന്ന് നീ ഇതിന് മധുരമായിട്ട് പകരം ചോദിക്കണമെന്ന് പ്രശസ്ത താരം വെളിപ്പെടുത്തി. എന്നാൽ അധികം വൈകാതെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പുതുമുഖമായ അംബിക മലയാളത്തിലും പിന്നീട് തമിഴിലും മറ്റു ഭാഷകളിലും തിരക്കുള്ള നായികയായി വളർന്നു. അതിനുശേഷം പണ്ട് ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് പലവട്ടം അപമാനിച്ചു വിട്ട സീനിയർ നായികയോട് മധുരമായി പ്രതികാരം ചെയ്യാനുള്ള അവസരവും താരത്തിന് കിട്ടി. അവരും ഞാനും ഒരേ സമയം ഒരു സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങിന് വന്നു. അപ്പോൾ ഞാൻ കത്തി നിൽക്കുന്ന സമയം. എനിക്ക് സ്വന്തമായി മേക്കപ്പ് റൂം ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ പുറത്ത് ഇറങ്ങുമ്പോൾ അവർ അവിടെ നിൽക്കുന്നു. അന്ന് അവർക്ക് ഇരിക്കാൻ റൂം കിട്ടിയില്ല. നടി ഓർത്തെടുത്തു. അപ്പോൾ ഞാൻ പഴയ സംഭവം ഓർത്തെടുത്തു. പക്ഷെ ഞാൻ എൻ്റെ ഷോട്ട് റെഡിയാണ്, ചേച്ചി അകത്തിരിക്കൂ എന്ന് പറഞ്ഞ് അവരെ എൻ്റെ മേക്കപ്പ് റൂമിനകത്തേക്ക് കയറ്റിയിരുത്തി. അവിടെ അസിസ്റ്റന്റ് എത്തിയിരുന്നില്ല. പകരം എൻ്റെ അസിസ്റ്റന്റിന്റെ കൂടെ നിർത്തിയിട്ടാണ് ഞാൻ അന്ന് ഷോട്ട് എടുക്കാൻ പോയത്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിനകത്ത് എവിടെയോ അഹങ്കാരം കലർന്ന ഒരു സംതൃപ്തി തോന്നി. ഞാനത് പറഞ്ഞപ്പോൾ അവർ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഞങ്ങൾ രണ്ടാൾക്കും മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചതെന്നും അംബിക പറഞ്ഞു നിർത്തുന്നു.